20-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതി ഭാരതത്തിലെ രാഷ്ട്രീയ മുന്നേറ്റ ചരിത്രത്തിലെ മഹത്വപൂർണമായ ഒരേടാണ്. വിപ്ലവ രാഷ്ട്രവാദത്തിന്റെ പതാകവാഹകരായ വിപ്ലവകാരികൾ കരുതിയിരുന്നത് സ്വാതന്ത്ര്യമെന്ന ലക്ഷ്യം ശാന്തമായ സമരമാർഗങ്ങളിലൂടെ നേടാൻ കഴിയുന്നതല്ല, മറിച്ച് അതിനായി ഹിംസയെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും എന്നാണ്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏതൊക്കെ വിപ്ലവകാരികളായ മഹിളകളാണോ സ്വാതന്ത്ര്യത്തിന്റെ ദീപശിഖ നിരന്തരം ജ്വലിപ്പിച്ചു നിർത്തിയത്, അവരിൽ ഒരാളാണ് ദുർഗാ ജ്യേഷ്ഠത്തി. ഒക്ടോബർ 7 ഉത്തർപ്രദേശിലെ അലഹബാദിൽ അവർ ജനിച്ചു. വിവാഹത്തിനു ശേഷം ദുർഗ ലാഹോറിലേക്ക് പോയി. അവിടെ അവരുടെ ഭർത്താവ് ഭഗവതി ചരൺ വോഹ്ര, ഭഗത് സിംഗ്, രാജ്ഗുരു തുടങ്ങിയ വിപ്ലവകാരികളോടൊപ്പം ലാഹോർ കോളേജിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ദുർഗ തന്റെ ഭർത്താവിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നടക്കാൻ തുടങ്ങി. സ്വാതന്ത്ര്യ സമരങ്ങളിൽ മുന്നോട്ട് വന്ന് പങ്കെടുക്കുകയായിരുന്നു. എന്തെന്നാൽ ഭഗവതി ചരൺ വോഹ്ര വയസ്സിൽ തന്റെ കൂടെയുള്ളവരെക്കാൾ മുതിർന്ന ആളായിരുന്നു. അതിനാൽ തന്നെ എല്ലാവരും ദുർഗയെ ദുർഗാ ജ്യേഷ്ഠതി എന്നാണ് വിളിച്ചിരുന്നത്. ദേശീയ നാടക പരിപാടി. ഭാരതീയ വിപ്ലവ യുഗത്തിന്റെ ജീവൻ തുടിക്കുന്ന പ്രതീകമായിരുന്ന ദുർഗാഭാഭിയെ കേന്ദ്രമാക്കിയുള്ള വിശേഷ നാടകം വിപ്ലവമൂർത്തി ദുർഗാഭാഭി. മൂല ഹിന്ദി രചന അക്ഷയവർനാഥ് ശ്രീവാസ്തവ. മലയാള പരിഭാഷ ഡോക്ടർ രഞ്ജിത്ത് രവിശൈലം. ശബ്ദം നൽകുന്നവർ സ്നേഹ അലക്സ് തലോടി, അനീഷ് രവി, ഷൌക്കത്ത് അലി PM, അശോകൻ PG, ജലീൽ സംഘകേളി, സന്തോഷ് സൗപർണിക, BK പുരുഷോത്തമൻ നായർ, ശ്രീകുമാർ മുഖത്തല, സന്ദീപ് സുരേഷ്, സുധീർ SR, ബിജു കല്ലുവാതുക്കൽ, വാമനപുരം KC രാജേന്ദ്രൻ നായർ, K രാധാകൃഷ്ണൻ നായർ, സതീശൻ വെമ്പായം, ഷീല രാജ്, സുഷമ അനിൽ. വിപ്ലവമൂർത്തി ദുർഗാഭാഭി. ഇൻകുലാബ് സിന്ദാബാദ്. സാമ്രാജ്യത്വം തുലയട്ടെ. സാമ്രാജ്യത്വം തുലയട്ടെ. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. വിപ്ലവത്തിന്റെ കൈകളിൽ വെടിയുണ്ടകളും പ്രാണനിൽ മാറ്റത്തിന്റെ മാറ്റൊലിയുമാണുള്ളത്. ഇത്തരം മുറവിളികളിലും ശബ്ദത്തിലും മിക്കവാറും ചരിത്രം കിടുകിടാന്ന് വിറയ്ക്കാറുണ്ട്. സിംഹാസനം ഇളകാറുണ്ട്. അധികാരഭ്രാന്തിൽ മുഴുകിയ അഹങ്കാരം മുറിവേറ്റ സർപ്പത്തെപ്പോലെ പൊടിയിലൂടെ ഇടയാൻ തുടങ്ങാറുണ്ട്. ഭൂമി തിരിഞ്ഞു കറങ്ങാൻ തുടങ്ങുന്നു. അന്യായത്തിന്റെ കാലുകൾ ഇടറാൻ തുടങ്ങുന്നു. എന്നാൽ വിപ്ലവപുത്രന്മാർ ഈ അവസ്ഥയിലും അവരുടെ വഴികൾ മാറ്റാറില്ല. അവർ അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിനു വേണ്ടി ഓരോ അപകടത്തെയും പുതിയ മനോഭാവത്തോടെ സഹിക്കാറുണ്ട്. അവരവരുടെ ജീവത്യാഗത്താൽ പുതിയ ചരിത്രം നിർമ്മിക്കുന്നു. ദേശത്തിന്റെ സംസ്കൃതിയിലും പാരമ്പര്യത്തിലും അത് പൊൻതൂവൽ ചാർത്തും. മരണത്തിനൊരിക്കൽ വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഭയം എന്തിനാണ്? ജന്മഭൂമി പ്രസന്നമുഖരിതവും സ്വതന്ത്രവുമായിരിക്കട്ടെ. ഞങ്ങൾക്കെന്താണ്? നാം ഉണ്ടായിരിക്കുകയോ അല്ലാതെയോ ഇരിക്കട്ടെ.
അതിര് കടന്നതായിപ്പോയി. കഴിഞ്ഞ വർഷം സൈമൺ കമ്മീഷൻ ഭാരതം മുഴുവനും ചുറ്റിക്കറങ്ങി നടന്ന് ഭാരതത്തിന്റെ ഭരണ സംവിധാനത്തെ പറ്റി അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. എന്തെന്നാൽ നമ്മൾ ഹിന്ദുസ്ഥാനികൾ ഏതു നിലവരെ കഴിവുള്ളവരാണെന്ന് അവർക്കറിയില്ലായിരുന്നു. എവിടെയൊക്കെ പോയോ അവിടെ നിന്നെല്ലാം സൈമൺ കമ്മീഷൻ തിരിച്ചു പോവുക, സൈമൺ കമ്മീഷൻ തിരിച്ചു പോവുക എന്ന മുദ്രാവാക്യം വിളിയല്ലാതെ മറ്റൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. എല്ലാ സ്ഥലത്തു നിന്നും കമ്മീഷൻ എതിർപ്പ് വന്നു. കരിങ്കൊടികളും ഹർത്താലുകളും കൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. എന്നാൽ ദുർഗാജ്യേഷ്ഠത്തിയാകട്ടെ 7 ഇംഗ്ലീഷുകാരടങ്ങിയ ഗ്രൂപ്പിനെയോ ബ്രിട്ടീഷ് സർക്കാരിനെയോ മനസ്സിലാക്കാൻ തയ്യാറായില്ല. രാജ്ഗുരു സഹോദര, മര്യാദകേടിനും ഒരു അതിരില്ലേ? ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ സംസ്കൃതിയും പാരമ്പര്യവുമുള്ള നമ്മുടെ ദേശത്തിന്റെ ഈ ഭൂമിയിൽ രവീന്ദ്രനാഥ് ടാഗോർ, ബങ്കിം ചന്ദ്ര ചാറ്റർജി മുതലായ സാഹിത്യകാരന്മാർ, രാമനെയും ബോസിനെയും പോലുള്ള ശാസ്ത്രജ്ഞന്മാർ, വിവേകാനന്ദൻ, തിലകൻ, അരവിന്ദൻ, ഗാന്ധി തുടങ്ങിയ നേതാക്കൾ ജന്മമെടുത്തിട്ടുണ്ട്. എന്നാൽ ഇംഗ്ലീഷുകാർ നമ്മെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് അർഹരാണെന്ന് കരുതുന്നില്ലേ? നാളെ 1928 ഒക്ടോബർ 20 നിങ്ങളുടെ ആശങ്ക ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ദുർഗെ, നാളെ സൈമൺ കമ്മീഷൻ ലാഹോറിൽ എത്തിച്ചേരാൻ പോവുകയാണ്. ഇപ്പോഴും എന്താ കയ്യും കാലും കെട്ടി ഓച്ചാനിച്ച് നിൽക്കുന്നത് ഉചിതമാണോ? ഇവർ ലാഹോറിൽ ഒന്ന് വന്നോട്ടെ. കമ്മീഷനെ എതിർത്തുകൊണ്ട് ലാലാ ലജ്പത് റായ് ജി ഒരു വലിയ ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വെള്ളക്കാർ ഇതൊക്കെയൊന്ന് കാണട്ടെ. നിങ്ങളും എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയോ മഹിളാ സംഘത്തോടൊപ്പം? അത് താങ്കൾ നാളെ കണ്ടാട്ടെ. സൈമൺ കമ്മീഷൻ തിരിച്ചു പോവുക. സൈമൺ കമ്മീഷൻ തിരിച്ചു പോവുക. സൈമൺ കമ്മീഷൻ തിരിച്ചു പോവുക. സൈമൺ കമ്മീഷൻ തിരിച്ചു പോവുക. വന്ദേ മാതരം. ഈ ഹിന്ദുസ്ഥാനി ആൾക്കാർ എത്ര ഭീർക്കളാണ്, സ്ത്രീകളെ മുന്നിൽ നിർത്തിയിരിക്കുന്നു. വന്ദേ മാതരം. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ത്രീകളുടെ ജാഥയെ തടയൂ. ഞങ്ങൾ ഭാരത സ്ത്രീകളാണ്. പേടിത്തൊണ്ടന്മാരും ചതിയന്മാരുമെല്ലാം നിങ്ങളാണ്. ഓ, ലാത്തി ചാർജ് സ്റ്റാർട്ട് ചെയ്യൂ. ദുർഗാജ്യേഷ്ഠത്തി, താങ്കൾ സ്ത്രീകളെയും വിളിച്ചുകൊണ്ട് പുറകിലോട്ട് പോയാലും ഈ ഇംഗ്ലീഷ് പോലീസ് സൂപ്രണ്ട് സ്കോട്ട് ഇവനെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ഇല്ല, ഞങ്ങൾ സ്ത്രീകൾ കൊല്ലും, അല്ലെങ്കിൽ ചത്തൊടുങ്ങും. എന്നാൽ പുറകോട്ട് നീങ്ങില്ല. ഒന്നുകിൽ വിദേശികളുടെ ഭരണം ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാകില്ല. വ്യാകുലപ്പെടേണ്ടതില്ല. ഞങ്ങൾ ആരും തന്നെ ഇവരുടെ കയ്യിൽ പെടാൻ പോകുന്നില്ല. സൈമൺ കമ്മീഷൻ തിരിച്ചു പോവുക. സൈമൺ കമ്മീഷൻ തിരിച്ചു പോവുക. സൈമൺ കമ്മീഷൻ Go back. സൈമൺ കമ്മീഷൻ തിരിച്ചു പോവുക. ജോൺ സാൻഡേഴ്സ്. യെസ് സർ. ഈ വൃത്തികെട്ട ജനക്കൂട്ടം ബാരിക്കേഡ് കടന്ന് ഒരിക്കലും വരാൻ പാടില്ല. അവരെ തടയ്. ആ വയസ്സനായ മനുഷ്യൻ ലാലാ ലജ്പത് റായിയാണ് അവരുടെ നേതാവ്. ഞാൻ അയാളുടെ മുഖം കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. പിടിക്കവനെ, അവനെ ശാന്തനാക്ക്. യെസ് സർ. സൈമൺ കമ്മീഷൻ തിരിച്ചു പോവുക. സൈമൺ കമ്മീഷൻ തിരിച്ചു പോവുക. സൈമൺ ഗോ ബാക്ക്. സൈമൺ ഗോ ബാക്ക്. സൈമൺ കമ്മീഷൻ തിരിച്ചു പോവുക. സൈമൺ കമ്മീഷൻ തിരിച്ചു പോവുക. സൈമൺ ഗോ ബാക്ക്. സൈമൺ ഗോ ബാക്ക്. കം ഓൺ, ചാർജ്. അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് സാൻഡേഴ്സ് ദുഷ്ടനാണ്. ലാലാജിയോടൊപ്പം നമ്മുടെ വളരെയധികം കൂട്ടാളികളെ ചോരയിൽ കുളിപ്പിച്ചിരിക്കുന്നു. അവർ ശിവായിമാരോട് പറഞ്ഞിട്ടാണ് പോയത്. ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ വീണ്ടും നമ്മുടെ പുറത്ത് ലാത്തി വീശുന്നു. ഒയ്യോ ദുർഗാജ്യേഷ്ഠത്തി, താങ്കളുടെ തലയിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ട്. എന്നെ പറ്റി ചിന്തിക്കേണ്ട. ലാലാജിക്ക് മുറിവേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകൂ. മനസ്സോടെ അല്ലെങ്കിലും പറയേണ്ടി വരും. പോലീസിന്റെ ഈ ദുഷ്ടപ്രവൃത്തിക്ക് ബദലായിട്ട് അവരുടെ പ്രഹസനത്തിന് ചുട്ട മറുപടി കൊടുക്കേണ്ടതാണ്.
ലാലാജി, താങ്കൾ ഞങ്ങളോടൊപ്പം ഹോസ്പിറ്റലിൽ വന്നാട്ടെ ആദ്യം. ബാക്കി കാര്യങ്ങളെല്ലാം ഉച്ചയ്ക്ക് സഭയിൽ പറഞ്ഞാലും. വരൂ വരൂ വരൂ, ഇവിടെ പിടിക്കൂ. ഒന്ന് പിടിച്ചേ, വരൂ. ഇങ്ങനെ പിടിക്കൂ, പിടിക്കൂ. എടുത്ത് പിടിക്കൂ. ലാലാ ലജ്പത് റായ് സിന്ദാബാദ്. ലാലാ ലജ്പത് റായ് സിന്ദാബാദ്. ശാന്തരായാലും ശാന്തരായാലും ലജ്പത് റായ് സിന്ദാബാദ്. ശാന്തരായാലും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞല്ലോ. സംഭവിച്ചതൊന്നും നല്ലതായിരുന്നില്ല. ഞാനിതാ പ്രഖ്യാപിക്കുകയാണ്. എന്തെന്നാൽ എന്നിൽ ഏത് ലാത്തിയാണോ പ്രഹരിക്കപ്പെട്ടത് അത് ഭാരതത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കല്ലറയുടെ അവസാന ആണിയിലെ പ്രഹരമാണെന്ന് തെളിയിക്കപ്പെടും. ലാലാ ലജ്പത് റായ് സിന്ദാബാദ്. ലാലാ ലജ്പത് റായ് സിന്ദാബാദ്. ലാലാ ലജ്പത് റായ് സിന്ദാബാദ്. ലാത്തി കൊണ്ടുള്ള മുറിവ് പഞ്ചാബ് കേസരി ലാലാ ലജ്പത് റായിയെ സംബന്ധിച്ച് ജീവനെടുക്കുന്നതായി മാറി. വിശ്വസിക്കാനാവുന്നില്ല ലാലാജിയുടെ ദേഹവിയോഗം സംഭവിച്ചെന്ന്. ഇത് നല്ല കാര്യമല്ല നടന്നത്. ഇന്ന് ഒരു അനുശോചന യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവിടേക്ക് പോവുകയാണ്. എല്ലാവരും അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഞാനും ദേശബന്ധു ചിത്തരഞ്ജൻ ദാസിന്റെ ഭാര്യ ബാസന്തി ദേവിയും അവിടെ വരുന്നുണ്ട്. നവംബർ 17 എന്ന ഈ ദിവസം ഒരു കറുത്ത ദിവസമാണ്. എല്ലാവർക്കും അറിയാമല്ലോ. എന്തെന്നാൽ ലാലാജിയുടെ മരണം ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആജ്ഞയാൽ അദ്ദേഹത്തിന് മുകളിൽ വർഷിക്കപ്പെട്ട ലാത്തികൾ കാരണമായുണ്ടായത്. ഇത് മുഴുവൻ ദേശത്തിനും അപമാനമാണ്. നിങ്ങൾ എല്ലാവരുടെയും മുഖം കണ്ടിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത് എന്തെന്നാൽ രാജ്യത്തിലെ ഓരോ രാഷ്ട്രവാദിയുടെയും ഹൃദയത്തിലും ഈ സമയം രോഷത്തോടൊപ്പം പ്രതികാരത്തിന്റെ ഭാവനയും നിറഞ്ഞിരിക്കുന്നു. ലാലാജിയുടെ ചിത അണയുന്നതിനു മുമ്പ് തന്നെ യുവാക്കൾ ഈ രാഷ്ട്രീയ അപമാനത്തിന് പ്രതികാരം നടത്തേണ്ടതുണ്ട്. ലാലാജിയുടെ മരണം നമ്മെ വിറപ്പിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ട ആസാദ് സഹോദര? ദുർഗാജ്യേഷ്ഠത്തി, ലാലാജിയുടെ മരണമല്ല നടന്നത്, അദ്ദേഹത്തിന്റെ കൊലപാതകമാണ്. ഒരു പക്ഷേ ഈ രാഷ്ട്രീയ അപമാനത്തിന് പ്രതികാരം നടത്തിയില്ല എങ്കിൽ നമ്മുടെ യുവത്വത്തെപ്പറ്റി നാം ലജ്ജിക്കേണ്ടതായി വരും. രാജ്ഗുരു, നമ്മുടെ അടുത്ത് ഒരു ഉപായമുണ്ട്. പറഞ്ഞാലും പണ്ഡിറ്റ്ജി. മനസ്സിലായി. പ്രധാന സംഘത്തിൽ താങ്കൾ മാത്രം. ഞാനും രാജ്ഗുരുവും ആവശ്യമായ സഹായത്തിനായി വേറൊരു ചെറുസംഘം ഉണ്ടാക്കും. അതിൽ വിജയകുമാർ സിംഹയോടും സുഖദേവനോടുമൊപ്പം ഭഗവാൻ ദാസ് മാഹോറും ഉണ്ടാകും. നാളെയാണ് ഡിസംബർ 28. ലാലാജിയുടെ മരണം നടന്നിട്ട് ഒരു മാസം പൂർത്തിയാവുന്നു. കൂടാതെ ആ ഇംഗ്ലീഷ് പോലീസ് ഓഫീസർ സാൻഡേഴ്സിന്റെ ജീവിതത്തിന്റെ അവസാന ദിനം പോലീസ് സ്റ്റേഷന് മുന്നിലിട്ടിന് തീർക്കും അവനെ. ഇനിയും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല പണ്ഡിറ്റ്ജി. എന്നാൽ വരൂ, തയ്യാറെടുപ്പ് നടത്താം. വന്നാലും പിസ്റ്റളിനോടൊപ്പം പോസ്റ്ററും തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. എവിടെ പോയി കിടക്കാൻ അയാൾ? വരുന്നുണ്ടാവും. അതാ കണ്ടോ, തയ്യാറാകൂ. തയ്യാറാണ്. ആസാദ് എവിടെയുണ്ട്? മൂലയ്ക്ക്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അയാൾ നോക്കിക്കൊള്ളും. വരുന്നുണ്ട് ആ സാൻഡേഴ്സ്. ഭഗത് സിംഗെ, ആദ്യത്തെ വെടി ഞാൻ പൊട്ടി. ഭഗത് സിംഗ്, ഇനി നിന്റെ ഊഴമാണ്. സാൻഡേഴ്സ് സാഹിബിന് വെടിയുണ്ടു. പിടിക്കവനെ. അവിടെ
മണ്ടൻ, രാജഭക്തിയിൽ അഭിരമിച്ച ഭ്രാന്തനായ ഹിന്ദുസ്ഥാനി ഹെഡ് കോൺസ്റ്റബിൾ, ഗോതമ്പിനോടൊപ്പം നിനക്കും അരയേണ്ടി വരും. ഓടിക്കൂ, ഓടിക്കൂ. ആരാണോ സാൻഡേഴ്സിനെ കൊന്നത് അവരാൽ പതിപ്പിച്ചിരിക്കുന്ന പോസ്റ്ററാണിത്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ലാഹോറിന്റെ ഓരോ കോർണറിലും ചുവരിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ലോകം കണ്ടത് ഇതാണ്. ഏതെന്നാൽ ഹിന്ദുസ്ഥാനിലെ ജനത നിഷ്പ്രാണമായി തീർന്നിട്ടില്ല എന്ന്. അവന്റെ രക്തം കട്ട പിടിച്ചിട്ടില്ല. അവൻ രാഷ്ട്രാഭിമാനത്തിനായി തന്റെ പ്രാണൻ വെച്ചും കളിക്കും. മാത്രമല്ല, ഈ ആധാരം ദേശത്തിലെ യുവാക്കൾക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ എതിർപ്പുകളും അടിച്ചമർത്തലുകളും ഉണ്ടായിക്കോട്ടെ, വിപ്ലവത്തിന്റെ ശബ്ദത്തെ ഞങ്ങൾ ഉജ്ജ്വലമായി തന്നെ നിലനിർത്തും. മാത്രമല്ല, അഴികൾക്കുള്ളിൽ ഉറക്കെ വിളിച്ചുകൊണ്ടിരിക്കും, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. ഞങ്ങൾക്ക് ആ ദയയില്ലാത്ത മനുഷ്യൻ ജോൺ സാൻഡേഴ്സിന്റെ മരണത്തിൽ ഖേദമുണ്ട്. എന്നാൽ ഭയമില്ലാത്തവനായ നീചനും അന്യായമായ വ്യവസ്ഥ പാലിക്കുന്നവനുമായ ഒരുവനെ തീർക്കേണ്ടത് വളരെ അനിവാര്യമായിരുന്നു. അതെ, ജോൺ സാൻഡേഴ്സിന്റെ വധം ഹിന്ദുസ്ഥാനിൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ ഗുമസ്തന്റെ രൂപത്തിലാണ് ചെയ്തത്. ഈ സർക്കാർ ലോകത്തിലെ ഏറ്റവും വലിയ അത്യാചാരിയായ സർക്കാരാണ്. മനുഷ്യന് രക്തം ചിന്തുന്നതിൽ നമുക്ക് ഖേദമുണ്ട്. എന്നാൽ വിപ്ലവത്തിന്റെ ബലിവേദിയിൽ രക്തമൊഴുക്കേണ്ടത് അനിവാര്യമായി തീരുന്നു. നമ്മുടെ ഉദ്ദേശം ഇത്തരത്തിലുള്ളൊരു വിപ്ലവമാണ്. എന്തെന്നാൽ ആസാം രാജ്യാന്തര അതിർത്തി പങ്കിടുന്നു. ബ്രഹ്മപുത്ര നദി ഈ സംസ്ഥാനത്ത് കൂടി ഒഴുകുന്നു. ആസാമിലെത്തുന്ന സഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് കാസിരംഗ വന്യജീവി സങ്കേതമാണ്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതാണ്. ഗോൾഡൻ ലെങ്കൂർ കുരങ്ങുകൾ, ബംഗാൾ ഫ്ലോറിക്കൻ പക്ഷികൾ, പിഗ്മി ഹോഗ് എന്ന പന്നിവർഗം, വെളുത്ത തലയും ചിറകുകളോടും കൂടിയ വൈറ്റ് വിങ്ഡ് വുഡ് ഡക്ക് എന്നിങ്ങനെ നിരവധി ജീവികളെ ഇവിടെ കാണാം. വ്യത്യസ്ത രൂപവും പ്രകൃതവുമുള്ള നിരവധി പക്ഷികൾക്കും സുരക്ഷിതമായി ചേക്കേറാനുള്ള ചില്ലയാണ് ഈ സങ്കേതം. കാസിരംഗ വന്യജീവി സങ്കേതത്തിന് പുറമെ യുനെസ്കോയുടെ അംഗീകാരം നേടിയ മറ്റൊരു സംരക്ഷിത മേഖലയാണ് മാനസ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സംരക്ഷണ മേഖലയായി അവരോധിക്കപ്പെട്ടത് മാനസ് നാഷണൽ പാർക്കാണ്. വിദ്യാഭ്യാസ രംഗം സമാപിച്ചു. ആകാശവാണി. ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതി ഭാരതത്തിലെ രാഷ്ട്രീയ മുന്നേറ്റ ചരിത്രത്തിലെ മഹത്വപൂർണമായ ഒരേടാണ്. വിപ്ലവ രാഷ്ട്രവാദത്തിന്റെ പതാകവാഹകരായ വിപ്ലവകാരികൾ കരുതിയിരുന്നത് സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യം ശാന്തമായ സമരമാർഗങ്ങളിലൂടെ നേടാൻ കഴിയുന്നതല്ല, മറിച്ച് അതിനായി ഹിംസയെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും എന്നാണ്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ
ഏതൊക്കെ വിപ്ലവകാരികളായ മഹിളകളാണോ സ്വാതന്ത്ര്യത്തിന്റെ ദീപശിഖ നിരന്തരം ജ്വലിപ്പിച്ചു നിർത്തിയത്, അവരിൽ ഒരാളാണ് ദുർഗാ ജ്യേഷ്ഠത്തി. ഒക്ടോബർ 7 ഉത്തർപ്രദേശിലെ അലഹബാദിൽ അവർ ജനിച്ചു. വിവാഹത്തിന് ശേഷം ദുർഗ ലാഹോറിലേക്ക് പോയി. അവിടെ അവരുടെ ഭർത്താവ് ഭഗവതി ചരൺ വോഹ്ര, ഭഗത് സിംഗ്, രാജ്ഗുരു തുടങ്ങിയ വിപ്ലവകാരികളോടൊപ്പം ലാഹോർ കോളേജിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ദുർഗ തന്റെ ഭർത്താവിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നടക്കാൻ തുടങ്ങി. സ്വാതന്ത്ര്യ സമരങ്ങളിൽ മുന്നോട്ട് വന്ന് പങ്കെടുക്കുകയായിരുന്നു. എന്തെന്നാൽ ഭഗവതി ചരൺ വോഹ്ര വയസ്സിൽ തന്റെ കൂടെയുള്ളവരെക്കാൾ മുതിർന്ന ആളായിരുന്നു. അതിനാൽ തന്നെ എല്ലാവരും ദുർഗയെ ദുർഗാ ജ്യേഷ്ഠതി എന്നാണ് വിളിച്ചിരുന്നത്. ദേശീയ നാടക പരിപാടി. ഭാരതീയ വിപ്ലവ യുഗത്തിന്റെ ജീവൻ തുടിക്കുന്ന പ്രതീകമായിരുന്ന ദുർഗാഭാഭിയെ കേന്ദ്രമാക്കിയുള്ള വിശേഷ നാടകം വിപ്ലവമൂർത്തി ദുർഗാഭാഭി. മൂല ഹിന്ദി രചന അക്ഷയവർനാഥ് ശ്രീവാസ്തവ. മലയാള പരിഭാഷ ഡോക്ടർ രഞ്ജിത്ത് രവിശൈലം. ശബ്ദം നൽകുന്നവർ സ്നേഹ അലക്സ് തലോടി, അനീഷ് രവി, ഷൌക്കത്ത് അലി PM, അശോകൻ PG, ജലീൽ സംഘകേളി, സന്തോഷ് സൌപർണിക, BK പുരുഷോത്തമൻ നായർ, ശ്രീകുമാർ മുഖത്തല, സന്ദീപ് സുരേഷ്, സുധീർ SR, ബിജു കല്ലുവാതുക്കൽ, വാമനപുരം KC രാജേന്ദ്രൻ നായർ, K രാധാകൃഷ്ണൻ നായർ, സതീശൻ വെമ്പായം, ഷീല രാജ്, സുഷമ അനിൽ. വിപ്ലവമൂർത്തി ദുർഗാഭാഭി. ഇൻഖിലാബ് സിന്ദാബാദ്, ഇൻഖിലാബ് സിന്ദാബാദ്, സാമ്രാജ്യത്വം തുലയട്ടെ, സാമ്രാജ്യത്വം തുലയട്ടെ, ഇൻഖിലാബ് സിന്ദാബാദ്, ഇൻഖിലാബ് സിന്ദാബാദ്. വിപ്ലവത്തിന്റെ കൈകളിൽ വെടിയുണ്ടകളും പ്രാണനിൽ മാറ്റത്തിന്റെ മാറ്റൊലിയുമാണുള്ളത്. ഇത്തരം മുറവിളികളിലും ശബ്ദത്തിലും മിക്കവാറും ചരിത്രം കിടുകിടാന്ന് വിറയ്ക്കാറുണ്ട്. സിംഹാസനം ഇളകാറുണ്ട്. അധികാരഭ്രാന്തിൽ മുഴുകിയ അഹങ്കാരം മുറിവേറ്റ സർപ്പത്തെപ്പോലെ പൊടിയിലൂടെ ഇടയാൻ തുടങ്ങാറുണ്ട്. ഭൂമി തിരിഞ്ഞു കറങ്ങാൻ തുടങ്ങുന്നു. അന്യായത്തിന്റെ കാലുകൾ ഇടറാൻ തുടങ്ങുന്നു. എന്നാൽ വിപ്ലവപുത്രന്മാർ ഈ അവസ്ഥയിലും അവരുടെ വഴികൾ മാറ്റാറില്ല. അവർ അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിനു വേണ്ടി ഓരോ അപകടത്തെയും പുതിയ മനോഭാവത്തോടെ സഹിക്കാറുണ്ട്. അവരവരുടെ ജീവത്യാഗത്താൽ പുതിയ ചരിത്രം നിർമ്മിക്കുന്നു. ദേശത്തിന്റെ സംസ്കൃതിയിലും പാരമ്പര്യത്തിലും അത് പൊൻതൂവൽ ചാർത്തും. മരണത്തിനൊരിക്കൽ വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഭയം എന്തിനാണ്? ജന്മഭൂമി പ്രസന്നമുഖരിതവും സ്വതന്ത്രവുമായിരിക്കട്ടെ. ഞങ്ങൾക്കെന്താണ്? നാം ഉണ്ടായിരിക്കുകയോ അല്ലാതെയോ ഇരിക്കട്ടെ. അതിര് കടന്നതായിപ്പോയി. കഴിഞ്ഞ വർഷം സൈമൺ കമ്മീഷൻ ഭാരതം മുഴുവനും ചുറ്റിക്കറങ്ങി നടന്ന് ഭാരതത്തിന്റെ ഭരണ സംവിധാനത്തെപ്പറ്റി അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. എന്തെന്നാൽ നമ്മൾ ഹിന്ദുസ്ഥാനികൾ ഏതു നിലവരെ കഴിവുള്ളവരാണെന്ന് അവർക്കറിയില്ലായിരുന്നു. എവിടെയൊക്കെ പോയോ അവിടെ നിന്നെല്ലാം സൈമൺ കമ്മീഷൻ തിരിച്ചു പോവുക, സൈമൺ കമ്മീഷൻ തിരിച്ചു പോവുക എന്ന മുദ്രാവാക്യം വിളിയല്ലാതെ മറ്റൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. എല്ലാ സ്ഥലത്തു നിന്നും കമ്മീഷൻ എതിർപ്പ് വന്നു. കരിങ്കൊടികളും ഹർത്താലുകളും കൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. എന്നാൽ ദുർഗാ ജ്യേഷ്ഠത്തിയാകട്ടെ
7 ഇംഗ്ലീഷുകാരടങ്ങിയ ഗ്രൂപ്പിനെയോ ബ്രിട്ടീഷ് സർക്കാരിനെയോ മനസ്സിലാക്കാൻ തയ്യാറായില്ല. രാജ്ഗുരു സഹോദര, മര്യാദകേടിനും ഒരു അതിരില്ലേ? ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ സംസ്കൃതിയും പാരമ്പര്യവുമുള്ള നമ്മുടെ ദേശത്തിന്റെ ഈ ഭൂമിയിൽ രവീന്ദ്രനാഥ് ടാഗോർ, ബങ്കിം ചന്ദ്ര ചാറ്റർജി മുതലായ സാഹിത്യകാരന്മാർ, രാമനെയും ബോസിനെയും പോലുള്ള ശാസ്ത്രജ്ഞന്മാർ, വിവേകാനന്ദൻ, തിലകൻ, അരവിന്ദൻ, ഗാന്ധി തുടങ്ങിയ നേതാക്കൾ ജന്മമെടുത്തിട്ടുണ്ട്. എന്നാൽ ഇംഗ്ലീഷുകാർ നമ്മെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് അർഹരാണെന്ന് കരുതുന്നില്ലേ? നാളെ 1928 ഒക്ടോബർ 20 നിങ്ങളുടെ ആശങ്ക ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ദുർഗെ, നാളെ സൈമൺ കമ്മീഷൻ ലാഹോറിൽ എത്തിച്ചേരാൻ പോവുകയാണ്. ഇപ്പോഴും എന്താ കയ്യും കാലും കെട്ടി ഓച്ചാനിച്ച് നിൽക്കുന്നത് ഉചിതമാണോ? ഇവർ ലാഹോറിൽ ഒന്ന് വന്നോട്ടെ. കമ്മീഷനെ എതിർത്തുകൊണ്ട് ലാലാ ലജ്പത് റായ്ജി ഒരു വലിയ ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വെള്ളക്കാർ ഇതൊക്കെ ഒന്ന് കാണട്ടെ. നിങ്ങളും എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയോ മഹിളാ സംഘത്തോടൊപ്പം? അത് താങ്കൾ നാളെ കണ്ടാട്ടെ. സൈമൺ കമ്മീഷൻ തിരിച്ചു പോവുക! സൈമൺ കമ്മീഷൻ തിരിച്ചു പോവുക! സൈമൺ കമ്മീഷൻ തിരിച്ചു പോവുക! സൈമൺ കമ്മീഷൻ തിരിച്ചു പോവുക! വന്ദേ മാതരം! ഈ ഹിന്ദുസ്ഥാനി ആൾക്കാർ എത്ര ഭീർക്കളാണ്! സ്ത്രീകളെ മുന്നിൽ നിർത്തിയിരിക്കുന്നു. വന്ദേ മാതരം! ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ത്രീകളുടെ ജാഥയെ തടയൂ. ഞങ്ങൾ ഭാരത സ്ത്രീകളാണ്. പേടിത്തൊണ്ടന്മാരും ചതിയന്മാരുമെല്ലാം നിങ്ങളാണ്. ലാത്തി ചാർജ് സ്റ്റാർട്ട് ചെയ്യൂ. ദുർഗാജ്യേഷ്ഠത്തി, താങ്കൾ സ്ത്രീകളെയും വിളിച്ചുകൊണ്ട് പുറകിലോട്ട് പോയാലും ഈ ഇംഗ്ലീഷ് പോലീസ് സൂപ്രണ്ട് സ്കോട്ട് ഇവനെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ഇല്ല, ഞങ്ങൾ സ്ത്രീകൾ കൊല്ലും, അല്ലെങ്കിൽ ചത്തൊടുങ്ങും. എന്നാൽ പുറകോട്ട് നീങ്ങില്ല. ഒന്നുകിൽ വിദേശികളുടെ ഭരണം ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാകില്ല. വ്യാകുലപ്പെടേണ്ടതില്ല. ഞങ്ങൾ ആരും തന്നെ ഇവരുടെ കയ്യിൽ പെടാൻ പോകുന്നില്ല. സൈമൺ കമ്മീഷൻ തിരിച്ചു പോവുക! സൈമൺ കമ്മീഷൻ തിരിച്ചു പോവുക! സൈമൺ കമ്മീഷൻ സൈമൺ കമ്മീഷൻ തിരിച്ചു പോവുക! ജോൺ സാൻഡേഴ്സ്! യെസ് സർ. ഈ വൃത്തികെട്ട ജനക്കൂട്ടം ബാരിക്കേഡ് കടന്ന് ഒരിക്കലും വരാൻ പാടില്ല. അവരെ തടയ്. ആ വയസ്സനായ മനുഷ്യൻ ലാലാ ലജ്പത് റായിയാണ് അവരുടെ നേതാവ്. ഞാൻ അയാളുടെ മുഖം കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. പിടിക്കവനെ, അവനെ ശാന്തനാക്ക്. യെസ് സർ. സൈമൺ കമ്മീഷൻ തിരിച്ചു പോവുക. സൈമൺ കമ്മീഷൻ തിരിച്ചു പോവുക. സൈമൺ ഗോ ബാക്ക്. സൈമൺ ഗോ ബാക്ക്. സൈമൺ കമ്മീഷൻ തിരിച്ചു പോവുക. സൈമൺ കമ്മീഷൻ തിരിച്ചു പോവുക. സൈമൺ ഗോ ബാക്ക്. സൈമൺ ഗോ ബാക്ക്. കം ഓൺ, ചാർജ്! അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് സാൻഡേഴ്സ് ദുഷ്ടനാണ്. ലാലാജിയോടൊപ്പം നമ്മുടെ വളരെയധികം കൂട്ടാളികളെ ചോരയിൽ കുളിപ്പിച്ചിരിക്കുന്നു. അവർ ശിവായിമാരോട് പറഞ്ഞിട്ടാണ് പോയത്. ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ വീണ്ടും നമ്മുടെ പുറത്ത് ലാത്തി വീശുന്നു. ഒയ്യോ, ദുർഗാജ്യേഷ്ഠത്തി, താങ്കളുടെ തലയിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ട്. എന്നെ പറ്റി ചിന്തിക്കേണ്ട. ലാലാജിക്ക് മുറിവേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകൂ. മനസ്സോടെ അല്ലെങ്കിലും പറയേണ്ടി വരും. പോലീസിന്റെ ഈ ദുഷ്ടപ്രവൃത്തിക്ക് ബദലായിട്ട് അവരുടെ പ്രഹസനത്തിന് ചുട്ട മറുപടി കൊടുക്കേണ്ടതാണ്. ലാലാജി, താങ്കൾ ഞങ്ങളോടൊപ്പം ഹോസ്പിറ്റലിൽ വന്നാട്ടെ ആദ്യം. ബാക്കി കാര്യങ്ങളെല്ലാം ഉച്ചയ്ക്ക് സഭയിൽ പറഞ്ഞാലും. വരൂ വരൂ വരൂ, ഇവിടെ പിടിക്കൂ. ഒന്ന് പിടിച്ചേ, വരൂ. ഇങ്ങനെ പിടിക്കൂ, പിടിക്കൂ. ലാലാ ലജ്പത് റായ് സിന്ദാബാദ്! ലാലാ ലജ്പത് റായ് സിന്ദാബാദ്! ശാന്തരായാലും ശാന്തരായാലും ലജ്പത് റായ് സിന്ദാബാദ്! ശാന്തരായാലും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞല്ലോ.
സംഭവിച്ചതൊന്നും നല്ലതായിരുന്നില്ല. ഞാനിതാ പ്രഖ്യാപിക്കുകയാണ്. എന്തെന്നാൽ എന്നിൽ ഏത് ലാത്തിയാണോ പ്രഹരിക്കപ്പെട്ടത് അത് ഭാരതത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കല്ലറയുടെ അവസാന ആണിയിലെ പ്രഹരമാണെന്ന് തെളിയിക്കപ്പെടും. ലാത്തി കൊണ്ടുള്ള മുറിവ് പഞ്ചാബ് കേസരി ലാലാ ലജ്പത് റായിയെ സംബന്ധിച്ച് ജീവനെടുക്കുന്നതായി മാറി. വിശ്വസിക്കാനാവുന്നില്ല ലാലാജിയുടെ ദേഹവിയോഗം സംഭവിച്ചെന്ന്. ഇത് നല്ല കാര്യമല്ല നടന്നത്. ഇന്ന് ഒരു അനുശോചന യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവിടേക്ക് പോവുകയാണ്. എല്ലാവരും അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഞാനും ദേശബന്ധു ചിത്തരഞ്ജൻ ദാസിന്റെ ഭാര്യ ബാസന്തി ദേവിയും അവിടെ വരുന്നുണ്ട്. നവംബർ 17 എന്ന ഈ ദിവസം ഒരു കറുത്ത ദിവസമാണ്. എല്ലാവർക്കും അറിയാമല്ലോ. എന്തെന്നാൽ ലാലാജിയുടെ മരണം ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആജ്ഞയാൽ അദ്ദേഹത്തിന് മുകളിൽ വർഷിക്കപ്പെട്ട ലാത്തികൾ കാരണമായുണ്ടായത്. ഇത് മുഴുവൻ ദേശത്തിനും അപമാനമാണ്. നിങ്ങൾ എല്ലാവരുടെയും മുഖം കണ്ടിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത് എന്തെന്നാൽ രാജ്യത്തിലെ ഓരോ രാഷ്ട്രവാദിയുടെയും ഹൃദയത്തിലും ഈ സമയം രോഷത്തോടൊപ്പം പ്രതികാരത്തിന്റെ ഭാവനയും നിറഞ്ഞിരിക്കുന്നു. ലാലാജിയുടെ ചിത അണയുന്നതിനു മുമ്പ് തന്നെ യുവാക്കൾ ഈ രാഷ്ട്രീയ അപമാനത്തിന് പ്രതികാരം നടത്തേണ്ടതുണ്ട്. ലാലാജിയുടെ മരണം നമ്മെ വിറപ്പിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ട ആസാദ് സഹോദര? ദുർഗാജ്യേഷ്ഠത്തി, ലാലാജിയുടെ മരണമല്ല നടന്നത്, അദ്ദേഹത്തിന്റെ കൊലപാതകമാണ്. ഒരുപക്ഷെ ഈ രാഷ്ട്രീയ അപമാനത്തിന് പ്രതികാരം നടത്തിയില്ല എങ്കിൽ നമ്മുടെ യുവത്വത്തെപ്പറ്റി നാം ലജ്ജിക്കേണ്ടതായി വരും. രാജ്ഗുരു, നമ്മുടെ അടുത്ത് ഒരു ഉപായമുണ്ട്. പറഞ്ഞാലും പണ്ഡിറ്റ്ജി. മനസ്സിലായി. പ്രധാന സംഘത്തിൽ താങ്കൾ മാത്രം. ഞാനും രാജ്ഗുരുവും ആവശ്യമായ സഹായത്തിനായി വേറൊരു ചെറുസംഘം ഉണ്ടാക്കും. അതിൽ വിജയകുമാർ സിംഹയോടും സുഖദേവനോടുമൊപ്പം ഭഗവാൻ ദാസ് മാഹോറും ഉണ്ടാകും. നാളെയാണ് ഡിസംബർ 28. ലാലാജിയുടെ മരണം നടന്നിട്ട് 1 മാസം പൂർത്തിയാവുന്നു. കൂടാതെ ആ ഇംഗ്ലീഷ് പോലീസ് ഓഫീസർ സാൻഡേഴ്സിന്റെ ജീവിതത്തിന്റെ അവസാന ദിനം പോലീസ് സ്റ്റേഷന് മുന്നിലിട്ടിന് തീർക്കും അവനെ. ഇനിയും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല പണ്ഡിറ്റ്ജി. എന്നാൽ വരൂ, തയ്യാറെടുപ്പ് നടത്താം. വന്നാലും പിസ്റ്റളിനോടൊപ്പം പോസ്റ്ററും തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. എവിടെ പോയി കിടക്കാൻ അയാൾ? വരുന്നുണ്ടാവും. അതാ കണ്ടോ, തയ്യാറാകൂ. തയ്യാറാണ്. ആസാദ് എവിടെയുണ്ട്? മൂലയ്ക്ക്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അയാൾ നോക്കിക്കൊള്ളും. വരുന്നുണ്ട് ആ സാൻഡേഴ്സ്. ഭഗത് സിംഗേ, ആദ്യത്തെ വെടി ഞാൻ പൊട്ടി. ഭഗത് സിംഗ്, ഇനി നിന്റെ ഊഴമാണ്. സാൻഡേഴ്സ് സാഹിബിന് വെടിയുണ്ടു. പിടിക്കവനെ. മണ്ടൻ, രാജഭക്തിയിൽ അഭിരമിച്ച ഭ്രാന്തനായ ഹിന്ദുസ്ഥാനി ഹെഡ് കോൺസ്റ്റബിൾ, ഗോതമ്പിനോടൊപ്പം നിനക്കും അരയേണ്ടി വരും. ഓടിക്കൂ.
ചെയ്താണല്ലോ. ആരാണോ സാൻഡേഴ്സിനെ കൊന്നത് അവരാൽ പതിപ്പിച്ചിരിക്കുന്ന പോസ്റ്ററാണിത്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ലാഹോറിന്റെ ഓരോ കോർണറിലും ചുവരിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുണ്ട്. ചെയ്താണല്ലോ. ഇന്ന് ലോകം കണ്ടത് ഇതാണ്. ഏതെന്നാൽ ഹിന്ദുസ്ഥാനിലെ ജനത നിഷ്പ്രാണമായി തീർന്നിട്ടില്ല എന്ന്. അവന്റെ രക്തം കട്ട പിടിച്ചിട്ടില്ല. അവൻ രാഷ്ട്രാഭിമാനത്തിനായി തന്റെ പ്രാണൻ വെച്ചും കളിക്കും. മാത്രമല്ല, ഈ ആധാരം ദേശത്തിലെ യുവാക്കൾക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ എതിർപ്പുകളും അടിച്ചമർത്തലുകളും ഉണ്ടായിക്കോട്ടെ, വിപ്ലവത്തിന്റെ ശബ്ദത്തെ ഞങ്ങൾ ഉജ്ജ്വലമായി തന്നെ നിലനിർത്തും. മാത്രമല്ല, അഴികൾക്കുള്ളിൽ ഉറക്കെ വിളിച്ചുകൊണ്ടിരിക്കും, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. ഞങ്ങൾക്ക് ആ ദയയില്ലാത്ത മനുഷ്യൻ ജോൺ സാൻഡേഴ്സിന്റെ മരണത്തിൽ ഖേദമുണ്ട്. എന്നാൽ ഭയമില്ലാത്തവനായ നീചനും അന്യായമായ വ്യവസ്ഥ പാലിക്കുന്നവരുമായ ഒരുവനെ തീർക്കേണ്ടത് വളരെ അനിവാര്യമായിരുന്നു. അതെ, ജോൺ സാൻഡേഴ്സിന്റെ വധം ഹിന്ദുസ്ഥാനിൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ ഗുമസ്തന്റെ രൂപത്തിലാണ് ചെയ്തത്. ഈ സർക്കാർ ലോകത്തിലെ ഏറ്റവും വലിയ അത്യാചാരിയ സർക്കാരാണ്. മനുഷ്യന് രക്തം ചിന്തുന്നതിൽ നമുക്ക് ഖേദമുണ്ട്. എന്നാൽ വിപ്ലവത്തിന്റെ ബലിവേദിയിൽ രക്തമൊഴുക്കേണ്ടത് അനിവാര്യമായി തീരുന്നു. നമ്മുടെ ഉദ്ദേശം ഇത്തരത്തിലുള്ളൊരു വിപ്ലവമാണ്. എന്തെന്നാൽ ഗേറ്റ് ഏത് സമയത്താണോ ഭഗത് സിംഗിനെയും ബഡുകേശ്വർ ദത്തിനെയും ജയിലിൽ നിന്നും കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്, ഫരീദ് ഗേറ്റിൽ വെച്ച് നാം പോലീസിനെ ആക്രമിക്കും. പിന്നെ രണ്ടുപേരെയും മോചിപ്പിക്കും. ശരി സഹോദര, എന്നാൽ നമ്മുടെ ഈ പദ്ധതി ജയിലിനകത്ത് നമ്മുടെ കൂട്ടാളികളെ അറിയിക്കേണ്ടിയിരിക്കുന്നു. വിശ്വനാഥ്, ഈ ജോലി ദുർഗ നല്ലവണ്ണം ചെയ്തുകൊള്ളും. ബോംബിന്റെയും പിസ്റ്റളിന്റെയും ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. എന്നാൽ ശരി ആസാദ് സഹോദര, ബോംബ് തയ്യാറായി കഴിയുമ്പോൾ അത് ടെസ്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങളുടേതാണ്. ഈ ജോലിയിൽ എത്രത്തോളം ആളുകളുണ്ടോ അവരുടെയെല്ലാം താമസത്തിന്റെയും ഭക്ഷണത്തിന്റെയും ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. എന്നാൽ ഭഗവതി, ഇതിനെല്ലാത്തിനും വളരെയധികം ചെലവ് വരും. ദുർഗ ജ്യേഷ്ഠതി, നമസ്തേ. നമസ്തേ വിശ്വനാഥ്. ഏത് കാര്യത്തിലാണ് ചെലവ്? ജ്യേഷ്ഠതി, ബഡുകേശ്വർ ദത്തിനെയും ഭഗത് സിംഗിനെയും ജയിലിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള പദ്ധതിയിൽ എത്രത്തോളം ആളുകളുണ്ടോ അവരുടെ താമസത്തിനും ഭക്ഷണത്തിനും ബോംബിന്റെയും പിസ്റ്റളിന്റെയും തരപ്പെടുത്തൽ, പിന്നെ കുറച്ച് മുറികൾ വാടകയ്ക്കെടുക്കേണ്ടി വരും. ഇതിനെല്ലാം തന്നെ വളരെയധികം ചെലവ് വരും. 3000 കാര്യം നടക്കുമോ? 3000-ഓ? ജ്യേഷ്ഠതി, ഇത്രയും തുകയ്ക്ക് ആയുധങ്ങളുടെ ഒരു ഫാക്ടറി തന്നെ തുറക്കാൻ സാധിച്ചേക്കും. ദുർഗേ, ഇത്രയും രൂപ എവിടെ നിന്ന് വന്നു? ഒറാജി, താങ്കൾക്ക് ഓർമ്മയില്ലേ, നമ്മുടെ കല്യാണ സമയത്ത് താങ്കളുടെ പിതാവ് നമുക്ക് 55,000 രൂപ തന്നിരുന്നു. അതിൽ നിന്ന് മിച്ചം പിടിച്ചതാണ്. നന്നായി ജ്യേഷ്ഠതി, നന്നായി. ഞാൻ അഹങ്കരിച്ചുകൊണ്ട് ആരുടെ പണിയാണിതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അസൂയൊന്നും തോന്നുന്നില്ലല്ലോ അല്ലേ? ആസാദ്, താങ്കൾ ചോദിച്ചില്ലല്ലോ ജയ്പൂരിൽ നിന്ന് എന്താണ് കൊണ്ടുവന്നതെന്ന്. 4, വീണ്ടും 4, അങ്ങനെ ആകെ 8 തോക്കുകൾ. ആസാദ്, ഈ വിശേഷപ്പെട്ടത് താങ്കൾക്ക് വേണ്ടി. നന്നായി ദുർഗേ, ഇത് വലിയ നല്ലൊരു മൗസർ ഗണ്ണാണല്ലോ. അതിസുന്ദരം സഹോദരി. നിങ്ങൾ തന്ന ഈ സമ്മാനം സമയം വരുമ്പോൾ നമ്മുടെ ജീവൻ ഉപകരിക്കും. മാത്രമല്ല, നമ്മുടെ അഭിമാനത്തെയും രക്ഷിക്കും. ശരി, എന്നാൽ 1928 ജൂൺ 8 ഈ തീയതി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ആക്ഷനു വേണ്ടി ശിവവർമ്മയെയും ജയദേവനെയും വിട്ടിട്ട് എല്ലാ കൂട്ടുകാരും നഗരം വിട്ട് ദൂരെ പൊയ്ക്കോളണം. അതിനു മുമ്പേ തന്നെ നമ്മൾ ബോംബുണ്ടാക്കുകയും അതിന്റെ ടെസ്റ്റ് നടത്തി കഴിയുകയും ചെയ്യും. സഹദേവ് രാജും വിശ്വനാഥും ഇതിലെന്നെ സഹായിക്കും. ഇൻക്വലാബ് സിന്ദാബാദ്, ഇൻക്വലാബ് സിന്ദാബാദ്.
സ്ഥലം കൊള്ളാം. ഭഗവതി സഹോദര, ഇവിടെ നടത്താവോ ബോംബ് ടെസ്റ്റിംഗ്? അതെ, ഇവിടം കൊള്ളാം. ആ, ഇത്തരത്തിലുള്ളത് ശരിയായി തോന്നുന്നുണ്ടോ? ആ വലിയ പിന്നുള്ളതൊന്ന് നോക്കാം. എനിക്ക് തന്നാലും. നിങ്ങൾ രണ്ടുപേരും പുറകിലോട്ട് മാറി നിൽക്കൂ. താ, ഇങ്ങോട്ട് താ. ഈ ബോംബിന്റെ പിന്നിളകിയിരിക്കുകയാണ്. നിങ്ങൾ പുതിയ ആൾക്കാരല്ലേ? ഞാൻ ഇത്തരത്തിൽ ധാരാളം ബോംബുകൾ പൊട്ടിച്ചിട്ടുണ്ട്. ഭഗവതി, സൂക്ഷിച്ച്. ഭഗവതി, 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 താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഭഗവതി, താങ്കൾക്ക് വലിയ പരിക്കുണ്ടായിട്ടുണ്ട്. സംഭവിച്ചത് നല്ലതാണ്. നിങ്ങളിൽ രണ്ടുപേരിൽ ആർക്കെങ്കിലും പരിക്ക് പറ്റിയിരുന്നെങ്കിൽ എങ്കിൽ ആസാദിന്റെ മുൻപിൽ നിൽക്കാൻ പോലും എനിക്ക് സാധിക്കില്ലായിരുന്നു. നിനക്കറിയാമല്ലോ ആ പണ്ഡിതന്റെ ദേഷ്യം. താങ്കൾ ധൈര്യമായിരുന്നാട്ടെ സഹോദര, താങ്കൾക്കൊന്നും സംഭവിക്കില്ല. ഡോക്ടറിന് പുറകെയൊന്നും പോകണ്ട. എന്നെ ഇവിടെ തന്നെ വിട്ടേക്കൂ. ഞാനിനി രക്ഷപ്പെടുകയില്ല. ഭഗത് സിംഗിനെ മോചിപ്പിക്കുന്നതിൽ എനിക്ക് കൂടെ വരാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ട്. ദുർഗയോട് പറയണം. ഞാൻ അവളെ എനിക്കൊരു പ്രാവശ്യം അദ്ദേഹത്തെ ഒന്ന് അവസാനമായി കാണാൻ കഴിയുമോ? ഇല്ല ജ്യേഷ്ഠത്തി, നമ്മുടെ പക്കൽ ധാരാളം സമയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ. ആസാദ്, ഭഗവതിജി ഇല്ലെങ്കിൽ എന്തു പറ്റി? പ്രക്ഷോഭം ഒരിക്കലും നിർത്താൻ പാടില്ല. ഇപ്പോഴെനിക്ക് എന്റെ ജോലികളോടൊപ്പം നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി ഭഗവതി ചെയ്തു വന്ന ജോലികൾ കൂടി ചെയ്യേണ്ടി വരും. താങ്കൾ ധൈര്യമായിരിക്കൂ. കുറച്ചു നേരത്തേക്ക് ഞാൻ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഭഗവതി, താങ്കളുടെ ഈ ബലിദാനത്തിനും ത്യാഗത്തിനും വേണ്ടി ഞങ്ങളുടെ കർത്തവ്യം ഒരിക്കലും മറക്കുകയില്ല. ഈ വൃദ്ധ ആരാണ്? ഇത് ഭഗത് സിംഗിന്റെ ചെറിയമ്മയാണ്. കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങോട്ട് കൊണ്ടുവന്നു. ഈ സഞ്ചിയിൽ എന്താണ്? ഭഗത് സിംഗിനായി ലഡ്ഡു കൊണ്ടുവന്നതാണ്. അവനത് വലിയ ഇഷ്ടമാ. ആ ശരി, പൊയ്ക്കോ. എന്റെ പുന്നാര മോനെ, ഇത് പിടിക്ക്. നിനക്ക് കഴിക്കാനായി കൊണ്ടുവന്നതാ. ഇതെന്താണ്? നെടുവാസാരെ, ഇങ്ങോട്ട് കാണിക്കേ. ഈ വൃദ്ധയാരാണ്? ഭഗത് സിംഗിന്റെ ചെറിയമ്മയാണ്. കാണാൻ വന്നതാണ്. കാണാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു ജി. ഉള്ളിയുടെ നീരിനാൽ എഴുതിയിട്ടുണ്ട് സന്ദേശം. ലാൻഡേണിന്റെ വെളിച്ചത്തിൽ മുന്നിലിരുന്ന് വായിച്ചാ മതി. എല്ലാം നന്നായിരിക്കുന്നു ചെറിയമ്മേ. ആരോഗ്യം ശ്രദ്ധിക്കണേ. നമസ്തേ. പൊക്കോട്ടെ മോനെ. ശരിയമ്മേ. സുഖി, ഈ സ്ത്രീയെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളതായി തോന്നുന്നു. ഒരുപക്ഷെ ഞാൻ ഇവരെ ഭഗത് സിംഗിന്റെ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കണ്ടിട്ടുണ്ട്. ഇവർ തീർച്ചയായും ആ ദുർഗാവതിയാണ്, ഭഗവതി ചരൺ വോറയുടെ പത്നി. എന്നാൽ ഇവർ വേഷം മാറി എന്തിനാണ് ഇവിടെ വന്നത്? ഏയ് ഭഗത്തെ, കാണിക്കേ, അവർ എന്താണ് കൊണ്ടുവന്നതെന്ന്. ഇത് കുറച്ച് ലഡുവാണ്. ഓയ്, എന്താണത്? കാണിക്കേ. ഇത് കാലിക്കടലാസായത്. ഈ എന്തെങ്കിലുമൊക്കെ എഴുതുന്നതിന് വേണ്ടിയിട്ട്. സർ, ഇവനെ വിടൂ. നമ്മൾ ഇവനെ പിടിച്ച് അത് ദുർഗാവതിയാണെന്ന് തെളിയിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഓഫീസർ നമുക്ക് എന്തെങ്കിലും സമ്മാനം തരും. എന്നാൽ നടക്ക്. ഇവിടെ നിന്ന് ഇനി ജിലേബി ഉണ്ടാക്കണോ നിനക്ക്? വന്നാട്ടെ. ഹുസൈനാബാദ് പുതിയ റിക്ഷയാണ്. ഇരിക്കൂ ഹുസൈനാബാദ്. വരൂ സാർ, വരൂ.
ഇതുവഴി ഏതെങ്കിലും വൃദ്ധ പുറത്തു പോയിരുന്നോ? സർ, ഹുസൈനാബാദിൽ പോകുന്ന റിക്ഷയിൽ ഇരിക്കുകയായിരുന്നു അവര്. വാ വാ, ഇരിക്കു സുഖി. മര്യാദയ്ക്ക് പോ, അല്ലെങ്കിൽ ഈ റിക്ഷ കുതിരയല്ല, നീയാണ് വലിക്കാൻ പോകുന്നത്. ഭഗത് സിംഗിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള ഏർപ്പാടൊന്നും നടക്കുന്നില്ല. താങ്കൾ ശരിയാണ് പറയുന്നത്. ജയിലിന് പുറത്ത് വലിയ പാറാവാണ്. ഞങ്ങളും ഇന്നലെ ഏതോ രീതി രക്ഷപ്പെട്ടു വന്നതാണ്. സഹോദരി, ഭഗത് സിംഗിന്റെ കേസിൽ എപ്പോൾ വേണമെങ്കിലും വിധിയുണ്ടായേക്കാം. ഈ ഇംഗ്ലീഷ് അധികാരികൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ഭഗത് സിംഗ് ജയിലിലായതിനു ശേഷം ബ്രിട്ടീഷ് സർക്കാരിനെതിരെ നമ്മുടെ പ്രക്ഷോഭം മുഴുവൻ ദേശത്തിലും വ്യാപിച്ചിരിക്കുകയാണ്. അതെ, നമുക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കേണ്ടതാണ്. ലാഹോറിലെ ഗവർണർ ഉണ്ടായിരുന്നല്ലോ, അയാളുടെ പേരെന്താണ്? ഹേലി. ഹേലി. അവൻ ഈയിടെയായി ബോംബെയിലെ പോലീസ് കമ്മീഷണറാണല്ലോ. നിങ്ങളും സുഖദേവ് രാജും ബോംബെയിലേക്ക് പുറപ്പെട്ടുകൊള്ളൂ. അവിടെ എന്റെ സുഹൃത്തുണ്ട്, പൃഥ്വി സിംഗ് ആസാദ്. അവൻ നിങ്ങൾക്ക് വേണ്ട പൂർണ്ണ സഹായം ചെയ്തു തരും. അവിടെ എത്തിയിട്ട് പദ്ധതിയുണ്ടാക്കൂ, എന്നിട്ട് എന്നെ അറിയിക്കൂ. ഞങ്ങൾ അവൻ അവിടെ തന്നെ വെടിവെച്ചു കൊല്ലും. ശരി ആസാദ്. ആസാദ്, എന്നാൽ ദുർഗ ലാഹോറിൽ നിന്നും വെളിയിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? ഇവരെയാണെങ്കിൽ പോലീസുകാർ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാക്കും. ഇത് ദുർഗയാണ്, ദുർഗ. എല്ലാം നശിപ്പിച്ചല്ലോ. എന്തു പറ്റി ആസാദ്? ബോംബെയിൽ ഇത്രയും വലിയ കുഴപ്പം ചെയ്തിരിക്കുന്നു ദുർഗയും സുഖദേവ് രാജും. പോലീസ് കമ്മീഷണറെ കൊല്ലുവാൻ അയച്ചതായിരുന്നു, എന്നാൽ കൊന്നതോ സർജന്റ് ടൈലറെയും അയാളുടെ പത്നിയെയും. അതിനു പുറമെ ഇത്രയും കൂടുതൽ തെളിവുകളും ഉപേക്ഷിച്ചു വന്നു. പോലീസ് ഇവരുടെ പുറകെ കൂടിയിരിക്കുന്നു, കൂടാതെ ഇവരുടെ ഒരു അറിവുമില്ല. നമസ്തേ ആസാദ്. എന്തു പറ്റി ആസാദ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതൊന്ന് വായിക്ക് ദുർഗേ. ഹേലിയുടെ സ്ഥാനത്ത് ഒരു സാധാരണ സർജന്റിനെയും അവന്റെ ഭാര്യയെയും കൊന്നിട്ട് വരികയാണോ താങ്കൾ? എന്നാൽ വണ്ടിയിൽ ഗവർണറുടെ കൊടിയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ വിചാരിച്ചു അത് ഹേലി തന്നെയാണെന്ന്. കൂടാതെ പോലീസിന് തെളിവായിട്ട് താങ്കളുടെ സാരി ലഭിച്ചിട്ടുണ്ട്. നമ്മളുടെ പ്രക്ഷോഭത്തിൽ താങ്കളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. താങ്കളുടെ പേരിലുള്ള വാറണ്ടും പുറപ്പെടുവിച്ച് കഴിഞ്ഞിരിക്കുന്നു. താങ്കൾ ആസാദ് വരുന്നതുവരെ കാത്തിരുന്നില്ല. അതെ, വലിയ തെറ്റാണ് എനിക്ക് പറ്റിയത്. 1930 ഒക്ടോബർ 7 ട്രിബ്യൂണൽ ഭഗത് സിംഗിനും സുഖ്ദേവിനും പിന്നെ രാജ്ഗുരുവിനും തൂക്കുകയർ വിധിച്ചു. അപ്പോൾ മുതൽ ഞാൻ സ്വബോധത്തിലല്ല. വീണ്ടും വീണ്ടും എന്റെ കണ്ണുകളിൽ അവരുടെ മുഖമാണ് വരുന്നത്. രാജ്ഗുരുവും സുഖ്ദേവും വൈസ്രോയ്ക്ക് മേഴ്സി പെറ്റീഷൻ കൊടുക്കുന്നതിന്റെ ശ്രമവും ഫലവത്തായില്ല. എപ്പോഴാണോ വക്കീൽ അവന്റെ ഡ്രാഫ്റ്റും എടുത്തുകൊണ്ട് വന്നത്, അപ്പോഴേക്കും അവർ വേറൊരു അപേക്ഷ വൈസ്രോയ്ക്ക് അയച്ചു കഴിഞ്ഞിരുന്നു. നമ്മൾ ഒന്ന് ആഗ്രഹിക്കും, ഭഗത് മറ്റൊന്നും. ഞങ്ങൾ നിങ്ങളോട് കേവലം ഒരു പ്രാർത്ഥനയും നടത്താൻ ആഗ്രഹിക്കുന്നില്ല. താങ്കളുടെ കോടതിയുടെ തീരുമാനം നമ്മുടെ മുകളിൽ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുവാനുള്ളതാണ്. ഈ സ്ഥിതിയിൽ ഞങ്ങൾ യുദ്ധബന്ദികളാണ്. അതിനാൽ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ യുദ്ധബന്ദികളോടൊന്നും പോലെ പെരുമാറുക. ഞങ്ങൾക്ക് തൂക്കുകയർ നൽകുന്നതിന് പകരം വെടിവെച്ച് കൊന്നേക്കുക. ദുർഗേ, ഇത് കുടിക്കേ, ഈ വെള്ളം കുടിക്കേ. കരച്ചിൽ നിങ്ങൾക്ക് നല്ലതല്ല. ഒരു കാര്യം കൂടി ചെയ്താട്ടെ. താങ്കൾ ഗാന്ധിജിയുടെ അടുത്തേക്ക് പോകൂ, എന്റെ പ്രസ്താവനയും എടുത്തുകൊണ്ട്. ഇത് അവസാനത്തെ പരിശ്രമമാണ്. എന്നെയും തന്റെ കൂട്ടാളികളെയും തൂക്കിൽ നിന്നും രക്ഷിക്കുന്നതിനായി ഒരു അവസാന ശ്രമം. ഞാൻ തയ്യാറാണ്. ജയ് ഹിന്ദ് ഗാന്ധിജി. ജയ് ഹിന്ദ്.
താങ്കളെ പരിചയപ്പെടുത്തിയാട്ടെ. ഞാൻ ദുർഗയാണ്, ഇത് സുശീല. ഞങ്ങൾ വിപ്ലവകാരികളാണ്. അപ്പോൾ താങ്കളാണ് ദുർഗാവതി വോഹ്ര. ഭഗവതിജിയുടെ മരണത്തിൽ ഞാൻ അത്യധികം ദുഃഖിക്കുന്നു. ഇരുന്നാലും പറഞ്ഞാലും ഞാൻ താങ്കൾക്ക് എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത്? ഞങ്ങൾ ചന്ദ്രശേഖർ ആസാദിന്റെ ഒരു പ്രസ്താവനയും കൊണ്ടാ വന്നത്. എന്തു പ്രസ്താവന? ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതാണ്: ഇംഗ്ലീഷുകാരോടൊത്ത് ഏത് ഉടമ്പടി ചർച്ചയിൽ പങ്കെടുക്കാനാണോ താങ്കൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്, അതിൽ താങ്കൾ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ തൂക്കിലേറ്റുന്നത് തടയാനുള്ള ഒരു നിബന്ധന വെക്കണം. താങ്കൾക്ക് ഈ മരണശിക്ഷ തടയാൻ കഴിയുകയാണെങ്കിൽ മുഴുവൻ വിപ്ലവ പാർട്ടി താങ്കളുടെ മുന്നിൽ ആത്മസമർപ്പണം ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ വെള്ളം കുടിക്കുമോ? ഇല്ല. ശരി, നിങ്ങളിവിടെ വന്ന സ്ഥിതിക്ക് സ്വയം എന്റെ ആശ്രമത്തിൽ സമർപ്പണം ചെയ്യൂ. ഞാൻ പോലീസിൽ നിന്ന് നിങ്ങളെ വിടുതൽ ചെയ്യിക്കാം. ബാപ്പു, ഞങ്ങൾ ഞങ്ങളുടെ വിഷയം പറയാനല്ല വന്നത്. ഭഗത് സിംഗിന്റെയും മറ്റു കൂട്ടാളികളുടെയും വിഷയത്തിൽ സംസാരിക്കാനാണ് വന്നത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് താങ്കൾ സർക്കാരിനു മുമ്പിൽ ഭഗത് സിംഗിനെയും കൂട്ടാളികളെയും തൂക്കിലേറ്റാനുള്ള ശിക്ഷ റദ്ദു ചെയ്യിക്കുന്ന കാര്യം വ്യവസ്ഥ വെക്കാനാണ്. ഞാൻ വ്യക്തിപരമായി ഭഗത് സിംഗിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ രീതികളോടും പ്രവൃത്തികളോടും ഞാൻ യോജിക്കുന്നില്ല. അവർ ഹിംസയിലാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ഞാനിതിന് നേരെ വിപരീതമായി അഹിംസയിലാണ് വിശ്വസിക്കുന്നത്. ബാപ്പു, ഇന്നുവരെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രത്തിനും ഹിംസ കൂടാതെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ശരി ബാപ്പു, താങ്കൾക്ക് താങ്കളുടെ വഴി. നന്നായിരിക്കട്ടെ. ജയ് ഹിന്ദ്. ബാപ്പു, ഭഗവാൻ രാമചന്ദ്രൻ അഹിംസയിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ സീതാമാതാവിനെ തിരികെ കൊണ്ടുവരാൻ പറ്റുമായിരുന്നോ? ഫെബ്രുവരി മാസം 27 ചന്ദ്രശേഖർ ആസാദ് അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിൽ ആത്മബലിദാനം ചെയ്തു. 1931 മാർച്ച് 23 ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു ഇവരെ തൂക്കിലേറ്റി. വിപ്ലവകാരികളുടെ നടുവൊടിഞ്ഞിരിക്കുന്നു ഇൻസ്പെക്ടർ സാഹിബ്. ഇനിയിപ്പോ അതിനെന്ത് പറ്റി ഹവീൽദാർജി? കേസ് അവസാനിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇംഗ്ലീഷ് സർക്കാരിന് വേണ്ടി ദുർഗാവതി വോറ ഒരു അപ്രത്യക്ഷ അപരാധിയാണ്. CID നിഴല് പോലെ അവരെ പിന്തുടരുന്നുണ്ട്. അവർ ഇപ്പോഴും വിപ്ലവകാരികളെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശം മുഴുവനും ചിതറിക്കിടക്കുന്ന വിപ്ലവകാരികളെ ഒരുമിപ്പിക്കുന്നതിനായി വിപ്ലവകാരികളുടെ ആ ദുർഗാജ്യേഷ്ഠത്തി തന്റെ കൂട്ടാളികളോടൊപ്പം ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വന്നാട്ടെ, ഡെറാഡൂണിൽ പോകണം. ഡെറാഡൂണിൽ എന്തിന്? നിങ്ങളുടെ ദുർഗാജ്യേഷ്ഠത്തെ കാണണ്ടേ? ഹവിൽദാർ നാഥുലാൽ, അതാ നിൽക്കുന്നു ദുർഗ. സൈക്കിൾ ചവിട്ടുകയാണ്. ജാഗ്രത, അടുത്ത വളവിൽ പിടിക്കാം അവളെ. അല്ല, അവർ എവിടെയാണ് മറഞ്ഞത്? പെട്ടെന്ന് ജാഗ്രത. അനങ്ങിപ്പോകരുത്. പിസ്റ്റൾ എനിക്കതാ. താഴെ ഇരിക്കെ. CID ഇൻസ്പെക്ടർ ശിവാനന്ദൻ, ഹവിൽദാർ നാഥുലാൽ, നിങ്ങൾ രണ്ടുപേരും വളരെ ദിനങ്ങളായി എന്റെ പുറകെ കൂടിയിരിക്കുകയാണല്ലോ. ഞാൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും മാപ്പ് തന്നുകൊണ്ടേയിരുന്നു. അതെന്തുകൊണ്ടെന്നാൽ ഏതെങ്കിലും ഹിന്ദുസ്ഥാനി സഹോദരന്റെ ജീവനെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വിചാരിച്ചിരുന്നുവെങ്കിൽ എപ്പോഴേ നിങ്ങളെ പരലോകത്തേക്ക് അയക്കുമായിരുന്നു. ഇന്ന് അവസാനമായി ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നു. ഇന്നു മുതൽ എന്റെ പുറകെ വരരുത്. വന്നാൽ പൊയ്ക്കോ, ഇവിടെ നിന്നും പൊയ്ക്കോ. നിങ്ങൾക്കറിയാമോ എന്റെ ഉന്നം പിഴയ്ക്കാറേയില്ലെന്ന്. പൊയ്ക്കോ. വാർത്ത, ഇന്നത്തെ ചൂടുള്ള വാർത്ത. ദുർഗാ ജ്യേഷ്ഠത്തി ആത്മസമർപ്പണം ചെയ്തിരിക്കുന്നു. വരുവിൻ വായിക്കുവൻ. ചൂടുള്ള വാർത്ത. ദുർഗാ ജ്യേഷ്ഠത്തി ആത്മസമർപ്പണം ചെയ്തിരിക്കുന്നു. വായിക്കാം, വാർത്തകൾ അറിയാം. ഇന്നത്തെ ചൂടുള്ള വാർത്ത. അതെ, അങ്ങനെയാണ് സംഭവിച്ചത്. ആത്മസമർപ്പണം ചെയ്യുന്നതുവരെ ദുർഗാ ജ്യേഷ്ഠത്തിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല. 1931 സെപ്റ്റംബർ 12 മുതൽ 1932 ഡിസംബർ വരെ വിടുതലിന്റെയും അറസ്റ്റിന്റെയും നാടകം നടന്നുകൊണ്ടിരുന്നു. 1932 ഡിസംബറിൽ ജയിലിൽ നിന്നും മോചിതയായതിനു ശേഷം
ദുർഗാ ജ്യേഷ്ഠത്തിയെ ഇംഗ്ലീഷുകാർ 3 വർഷത്തേക്ക് ലാഹോറിന്റെ അതിർത്തിയിൽ കരുതൽ തടങ്കലിൽ വച്ചിരുന്നു. 1932 സെപ്റ്റംബർ 14 പോലീസ് അവരെ ലാഹോറിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. എന്നാൽ ശക്തമായ തെളിവുകളില്ലാത്തതിനാൽ മോചിതയായി. അവർ ഗാസിയാബാദിലെ ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങി. 1935 വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1937 ദില്ലി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷയാക്കപ്പെട്ടു. എന്നാൽ ആരോഗ്യം മോശമായതിനെ തുടർന്ന് അവസാനം രാഷ്ട്രീയ ജീവിതം ഉപേക്ഷിച്ചു. തുടർന്ന് വിദ്യാഭ്യാസത്തിന്റെ മേഖല തിരഞ്ഞെടുത്തു. അവർ മദ്രാസിൽ പോയി മോണ്ടിസോറി ട്രെയിനിംഗ് നേടി. പിന്നീട് വർഷങ്ങളോളം ലക്നൌവിൽ മോണ്ടിസോറി സ്കൂൾ നടത്തി. പിന്നീട് അവർ തന്റെ പുത്രനായ ഷജിയോടൊപ്പം ഗാസിയാബാദിൽ വന്ന് താമസിക്കാൻ തുടങ്ങി. ഏറ്റവും ആദ്യം രാഷ്ട്രം എന്ന വചനം അവർ എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിച്ചു. അതിനനുസരിച്ച് തന്റെ കർത്തവ്യം ചെയ്തു. കൂടാതെ ഭാരതം സ്വതന്ത്രയാകുന്നതുവരെ അവർ സക്രിയമായി തന്റെ സേവനം തുടർന്നു വന്നു. തന്റെ കർത്തവ്യം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. 1999 ഒക്ടോബർ 15 ഗാസിയാബാദിൽ സ്ഥിതി ചെയ്യുന്ന തന്റെ വാസസ്ഥലത്ത് വെച്ച് അവർ അന്ത്യശ്വാസം വലിച്ചു. ദുർഗാജ്യേഷ്ഠത്തിക്ക് മരണമില്ല, ദുർഗാജ്യേഷ്ഠത്തിക്ക് മരണമില്ല, ദുർഗാജ്യേഷ്ഠത്തിക്ക് മരണമില്ല. ഏതുവരെ സൂര്യചന്ദ്രന്മാരുണ്ടാകുമോ അതുവരെ നിങ്ങളുടെ പേരും യുഗങ്ങളോളം നിലനിൽക്കും. മാതൃഭൂമി എന്നും നിലനിൽക്കട്ടെ, മാതൃഭൂമി എന്നും നിലനിൽക്കട്ടെ. ആനന്ദവും കർമ്മവും സ്വാതന്ത്ര്യവും, ആനന്ദവും കർമ്മവും സ്വാതന്ത്ര്യവും നമുക്കൊന്ന്. നമ്മൾ വരും ഇല്ലാതെയാകും, നമ്മൾ വരും ഇല്ലാതെയാകും, നമ്മൾ വരും ഇല്ലാതെയാകും. ദേശീയ നാടക പരിപാടിയിൽ ഇതുവരെ കേട്ടത് വിപ്ലവമൂർത്തി ദുർഗാഭാഭി. മൂല ഹിന്ദി രചന അക്ഷയവർനാഥ് ശ്രീവാസ്തവ്. മലയാള പരിഭാഷ ഡോക്ടർ രഞ്ജിത്ത് രവിശൈലം. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ദുർഗാഭാഭി സ്നേഹ അലക്സ് തലോടി, ഭഗത് സിംഗ് അനീഷ് രവി, രാജ്ഗുരു ഷൌക്കത്ത് അലി PM, ഭഗവതി ചരൺ വോഹ്ര, അശോകൻ PG, ലാല ലജ്പത് റായ്, ജലീൽ സംഘകേളി, ചന്ദ്രശേഖർ ആസാദ്, സന്തോഷ് സൌപർണിക, സാന്റേഴ്സ് BK പുരുഷോത്തമൻ നായർ, ഗാന്ധിജി ശ്രീകുമാർ മുഖത്തല, ഇൻസ്പെക്ടർ ശിവാനന്ദ് സന്ദീപ് സുരേഷ്, സുഖ്ദേവ് സുധീർ SR, വിശ്വനാഥ് ബിജു കല്ലുവാതുക്കൽ, ഹേലി വാമനപുരം KC രാജേന്ദ്രൻ നായർ, സ്കോട്ട് K രാധാകൃഷ്ണൻ നായർ, TT സതീശൻ വെമ്പായം, ബാസന്തി ദേവി സുഷമ അനിൽ. ആഖ്യാതാവ് ഷീല രാജ്. സംവിധാനം VS ഉണ്ണികൃഷ്ണൻ. സംവിധാന സഹായം സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.